നബി തങ്ങളുടെ എത്ര വയസ്സിലാണ് ഉമ്മ ആമിന ബീവി വഫാത്തായത്? എല്ലാവർക്കും അറിഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയല്ലേ? ആൻസർ 6-ാം വയസ്സിൽ. ഉമ്മയുടെ പരിപാലനത്തിലും പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ മേൽനോട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്ന് 6 വയസ്സ് തികഞ്ഞു. അന്ന് കുട്ടിയുമായി മാതാവ് പിതാവിന്റെ ഒരു സിയാറത്ത് ചെയ്യുന്നതിനായി മദീനയിലേക്ക് പുറപ്പെട്ടു. ഏകദേശം 1 മാസക്കാലത്തോളം പിതാവിന്റെ മാതൃ സഹോദരന്മാരായ ബനു നജ്ജാദുകാരുടെ കുടുംബത്തിൽ അവർ താമസിച്ചു. ഈ കാലത്ത് അവരുടെ ഭവനങ്ങളുടെ സമീപമുണ്ടായിരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജലാശയത്തിൽ വെച്ച് നീന്താൻ പഠിച്ചു. തത്സമയം നബിയെ ദർശിച്ച 2 പേരിൽ ഒരാൾ പറഞ്ഞു, ഈ കുട്ടി സാധാരണക്കാരനല്ലല്ലോ, ഇവർ ഈ സമുദായത്തിന്റെ പ്രവാചകരാണ്. ഈ സ്ഥലം ഹിജ്റയുടെ കേന്ദ്രമായിരിക്കും. ഇത്രയും കാര്യം ആമിന ബീവി കേട്ടറിഞ്ഞപ്പോൾ അവർക്ക് ഭയമായി. ഉടൻ തന്നെ കുട്ടിയുമായി മക്കത്തേക്ക് മടങ്ങുകയും ചെയ്തു. വഴിമധ്യേ ബീവിക്ക് രോഗം പിടിപെടുകയും ആ രോഗത്തിൽ അവർ മരണം അടയുകയും ചെയ്തു. അവർക്ക് അപ്പോൾ 20ഓളം വയസ്സായിരുന്നു പ്രായം. കൂടെ ഉണ്ടായിരുന്ന ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീ ആമിന ബീവിയുടെ വസിയത്ത് പ്രകാരം 5 ദിവസം കഴിഞ്ഞു കുട്ടിയുമായി യാത്ര തിരിച്ചു. ആമിന ബീവി രോഗമായി മരണപ്പെട്ട സ്ഥലത്തിന്റെ പേര് അബവാ എന്നാണ്. അവരെ അവിടെ തന്നെയാണ് മറവ് ചെയ്യപ്പെട്ടത്. ജനനത്തിന് മുന്നേ പിതാവും 6-ാം വയസ്സിൽ മാതാവും നഷ്ടപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർത്തും അനാഥനായി. നമ്മളെ പുന്നാര നബിയുടെ ഓരോ ചരിത്രവും നമ്മളെ കുളിരണിയിപ്പിക്കുന്നു. പറയും തോറും മധുരം കൂടുന്ന ഒന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉമ്മ ആമിന ബീവി വഫാത്തായതിനു ശേഷം നബി തങ്ങളെ പരിപാലിച്ചത് ആരെ? ഉത്തരവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.